നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ക്ലാസ് പോകുന്നതെന്നുള്ള അറിയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലഗ്നാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തെന്ത് ഗുണങ്ങളും എന്തെന്ത് ദോഷങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 6-ാം ഭാവമാണ്. അപ്പോൾ കൂടുതൽ ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരെ പോവാം. ലഗ്നാധിപൻ 6-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഓർത്തു വെക്കേണ്ട ഒരു പ്രമാണമാണ് ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിനും. അതുപോലെ ഭാവത്തിൽ നിൽക്കുന്നത് ഭാവാധിപൻ, അതുപോലെ തന്നെ കാരഗ്രഹങ്ങൾ. പിന്നെ ഞാൻ 15 റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ 15 റൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരെ അത് പോയി കണ്ടിട്ട് ആ 15 റൂൾസ് പഠിച്ചു വെക്കുക. അത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 6-ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. 6-ാം ഭാവം എന്താണ്? അരിഭാവം, ശത്രുഭാവം എന്ന് പറയും, കടഭാവം എന്ന് പറയും, രോഗഭാവം എന്ന് പറയും, അല്ലേ? 6. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഡ്യൂട്ടികൾ 6-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നാധിപൻ ഈ സ്ഥാനത്ത് നിന്നാൽ, ബലപ്പെട്ട് നിന്നാൽ, പോസിറ്റീവായിട്ട് നിന്നാൽ, ബെനിഫിക്കായി നിന്നാൽ എന്തായിരിക്കും? ഒന്നാമത്, ഡെയിലി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. ഡെയിലി കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി റുട്ടീൻസ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നല്ല കഴിവായിരിക്കും. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളാണെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്യാൻ നല്ല കഴിവും ശ്രദ്ധേയമായിരിക്കും. ഒന്നത് ഹെൽത്തി ആയിരിക്കും. കാരണം ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് ഫലം കൂടുതൽ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ രോഗവും കടവും ഒക്കെ കുറയാം. ബെനിഫിക്കായാലാണേ രോഗവും കടവും ഒക്കെ കുറയാം. വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഹാപ്പി വാരിയർ എന്നൊക്കെ പറയും. കഷ്ടപ്പാട് ധാരാളം ഉണ്ടാവും, അലച്ചിൽ ധാരാളം ഉണ്ടാവും, പക്ഷേ വളരെ ഹാപ്പി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടാവും. നമ്മൾ നാട്ടിലെ ചില ആൾക്കാരെ കണ്ടിട്ട് പറയത്തില്ലേ, കഷ്ടപ്പെടാൻ മടിയില്ലാത്ത വ്യക്തി എന്നൊക്കെ. ഈ വളരെ ഫോക്കസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ പ്ലാനിങ്ങോടുകൂടിയോ ഒന്നുമല്ലാതെ ജീവിച്ചിട്ടും ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ, വീട്ടിലെ കാര്യമാണെങ്കിലും പറമ്പിലെ കാര്യമാണെങ്കിലും ഒക്കെ ഒരു ഒഴുക്കിന് കൊണ്ടുപോവുകയും ആ ഒരു ഫ്ലോയുടെ കൂടെ പോവുകയും അതോടൊപ്പം തന്നെ അതിനൊരു കൃത്യനിഷ്ഠ, ഒരു നിഷ്ഠ വരികയും ചെയ്യും. ഇപ്പോൾ പറമ്പിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ആ ഒരു നിഷ്ഠ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഉണ്ടാവും. എന്നാൽ ഇതേ ലഗ്നാധിപൻ തന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുകയും 6-ാം ഭാവാധിപനും ലഗ്നാധിപനും ശത്രുഗ്രഹങ്ങളാവുകയും പരസ്പരം ശത്രുക്കളാവുകയോ അല്ലെങ്കിൽ ശത്രു നക്ഷത്രത്തിൽ നിൽക്കുകയോ ശത്രുഗ്രഹത്തിൻ്റെ യോഗമോ ആസ്പെക്റ്റോ ദൃഷ്ടിയോ വരികയോ ചെയ്താൽ ഇതിനൊക്കെ വിപരീതമായിട്ട് സംഭവിക്കും. മടി ധാരാളം ഉണ്ടാവും. 6-ൽ ശനി ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുക, ലഗ്നാധിപനായ ശനി 6-ൽ നിൽക്കുകയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മടി ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വല്ലാണ്ട് കൂടും എന്നുള്ളതാണ്. നമുക്ക് നിരന്തരമായിട്ട് എന്തെങ്കിലും ഒരു രോഗം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഏതാണെന്നതിൽ ഒന്ന് മാറി ഒന്ന്. അത് കേതുവിന് ലഗ്നാധിപൻ്റെ ഇൻഫ്ലുവൻസ് വരുമോ, ലഗ്നാധിപൻ കേതുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ, കേതുവിൻ്റെ നക്ഷത്രം മേടത്തിലും അതുപോലെ ചിങ്ങത്തിലും അതേപോലെ തന്നെ ധനുവിലുവേ വരത്തുള്ളൂ. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ഗണ്ടാന്തത്തിലൊക്കെയാണ് ലഗ്നാധിപൻ നിൽക്കുന്നതെങ്കിൽ ഫസ്റ്റ് 1-ാം പാദത്തിലാണ്. ഗണ്ടാന്തം എന്ന് പറഞ്ഞാൽ 1-ാം പാദത്തിൽ വരും. ആ 1-ാം പാദത്തിൽ ഒക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 6-ാം ഭാവമാവുകയും ചെയ്താൽ രോഗം വിട്ടുമാറുകയില്ല. രോഗം നിരന്തരമായി ഒന്ന് മാറി രോഗം ഉണ്ടാവും. അതുപോലെ കഷ്ടപ്പാട് കൂടും. കഷ്ടപ്പാടിനനുസരിച്ചൊരു ഫലം ഉണ്ടാവാത്തതായിട്ട് ഫീൽ ചെയ്യും. കടമെടുത്ത് വീടോ വരുമാനത്തിനധികമായിട്ട് ചിലവ് വരികയും കടമെടുത്ത് വീടോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ, വീടല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടം കൂടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ്റെ ദശയാണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ബിസിനസ്സിൽ ഇറങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ലഗ്നാധിപൻ 6-ൽ നിൽക്കുകയും 6-ാം ഭാവാധിപൻ്റെയോ ലഗ്നാധിപൻ നിൽക്കുന്ന നക്ഷത്രാധിപൻ്റെയോ ഒക്കെ ദശയോ അപഹാരമോ വരുമ്പം ഒന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്ന് ബാക്കിലോട്ട് പോകുന്നതായിട്ട്
കണ്ടിട്ടുണ്ട്, ഫിനാൻഷ്യലി ഒക്കെ. അതുപോലെ തന്നെ ആരോടും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്തറിയാത്ത എന്തെങ്കിലും സീക്രട്ട് ഡിസീസുകളോ എന്തെങ്കിലും സ്കിൻ ഡിസീസുകളോ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ലഗ്നാധിപൻ 6-ൽ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ ഇതൊക്കെയാണ്. എന്നാലും ലഗ്നാധിപൻ്റെ ആ ലഗ്നാധിപന് ബലമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുണമായിട്ടും മോശമാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ട്, രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പം ലഗ്നാധിപൻ 6-ൽ നിൽക്കുമ്പം അത് ബലപ്പെട്ട് നല്ല രീതിയിൽ നിൽക്കുന്നെങ്കിൽ കടം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, കടം ഉണ്ടാവാത്തത് കണ്ടിട്ടുണ്ട്. നമുക്ക് പഠനകാലത്തൊരു വലിയ കൗതുകമായിരിക്കും അത്. ഇനി 1, 2, 3 ജാതകങ്ങളൊക്കെ പലതരത്തിൽ നോക്കുമ്പം കടമുണ്ടാവില്ല, അതേപോലെ തന്നെ രോഗമില്ല, ആരോഗ്യമുള്ള ശരീരമായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ഈ പറഞ്ഞ മോശമാണെങ്കിൽ നിരന്തര രോഗം, എന്തെങ്കിലുമൊക്കെ രോഗം അലട്ടിക്കൊണ്ടിരിക്കും. വയറിന് പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ 5-ാം ഭാവാധിപന് ലഗ്നാധിപനും കൂടെ 6-ൽ യോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും രോഗം, നിരന്തരമായ രോഗം, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, ഈ ബൗൾ സിൻഡ്രം പോലുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠനത്തിന് വെക്കണം. പഠനത്തിന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, ഇതിനേക്കാളിൽ കുറേ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യാം. പൊതുവിൽ 6-ാം ഭാവത്തിൻ്റെ ഫലം ഇതൊക്കെയാണ്. ഒരുപാട് വലിച്ചു നിന്നിട്ടുണ്ട്. നമുക്ക് 7-ാം ഭാവത്തിലേക്ക് പോവാം. ലഗ്നാധിപൻ 7-ൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. ഏഴാം ഭാവം ലഗ്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാവം, നിവർത്തിസ്ഥാനം. പാർട്ട്ണർഷിപ്പ്, റിലേഷൻഷിപ്പ് അല്ലേ, ലൈംഗിക താല്പര്യങ്ങൾ ഒക്കെ 7 കൊണ്ടാണ് തീരുമാനിക്കുന്നത്. ഒരു ഭാവത്തെ പൂർണ്ണമാക്കുന്ന ഭാവമാണ് 7-ാം ഭാവം. ഒരു 25-30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെ 25 വയസ്സിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാവമാണ് വിവാഹം എന്ന് പറയുന്ന വിഷയം ചിന്തിക്കുന്നത് 7-ാം ഭാവം കൊണ്ടാണ്. പുരുഷ ജാതകത്തിൽ ശുക്രനെയും ചൊവ്വയെയും, സ്ത്രീ ജാതകത്തിൽ ഗുരുവിനെയും ശുക്രനെയും, പ്രത്യേകിച്ച് ഗുരുവിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ വിവാഹ വിഷയത്തിൻ്റെ കാരകൻ ശുക്രനാണെങ്കിലും 7-ാം ഭാവത്തിൻ്റെ പല കാര്യങ്ങൾക്കും ഈ വ്യാഴവും കുജനും ഒരു സെക്കൻഡറി സിഗ്നിഫിക്കേറ്റേഴ്സ് ആണ്, കാരകന്മാരാണ്. അതൊന്ന് നോക്കുക. അപ്പം ലഗ്നാധിപൻ 7-ൽ നിന്നാൽ എന്തായിരിക്കും ഒന്ന് നോക്കാം. ലഗ്നാധിപൻ 7-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളായിരിക്കും. വളരെ കോപ്പറേറ്റീവായിട്ട് കാര്യങ്ങളെ, തൻ്റെ പാർട്ട്ണറെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കും. ലഗ്നാധിപൻ വളരെ ബലപ്പെട്ട് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്ന 7-ലെങ്കിൽ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്കുണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ലഗ്നാധിപൻ 7-ൽ നിൽക്കുക, 7-ാം ഭാവാധിപൻ്റെ ബലവും അതുപോലെ തന്നെ കാരഗ്രഹമായിട്ടുള്ള ശുക്രനും ശുഭസ്ഥിതനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ്. ഒരു പൊരുത്തം നോക്കിയില്ലെങ്കിൽ പോലും ആ വിവാഹം അവർ നന്നായി ജീവിക്കും. അതിൽ ഒരു സംശയവുമില്ല. എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ടും ഈ ഭൂമിയിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമായതുകൊണ്ടും മോക്ഷത്തിലേക്ക് പോകാനുള്ള സ്ഥലമായതുകൊണ്ടും പൂർണ്ണരായിട്ട് ആരും ഇല്ലെങ്കിൽ പോലും അവരുടെ സോളിൻ്റെ സുഹൃതം കൊണ്ട് ഈ യോഗം ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും. ഉറപ്പാണത്. ഇന്നത്തെ കാലത്ത് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടി പോലെയാണ്. ഒരു കുട കീഴിലെ ശത്രുക്കളെയാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ന്യൂ ഏജ് കൺസെപ്റ്റിൽ ഏതൊരു ബുക്കിനോ എന്തൊരു ആർട്ടിക്കിളിലോ ഞാൻ വായിച്ചിരുന്നു. പൊതുവെ 2000-ന് ശേഷമുള്ള മില്ലീനിയം കിഡ്സിനൊക്കെ വിവാഹം എന്നൊക്കെ പറയുന്നൊരു വല്ലാത്തൊരു ഭയം പോലെയോ അല്ലെങ്കിൽ വിവാഹത്തിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ട്. ലഗ്നാധിപൻ 7-ൽ ബലപ്പെടുകയും 7-ാം ഭാവാധിപൻ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വരികയും ലഗ്നാധിപനും 7-ാം ഭാവാധിപനും നിൽക്കുന്ന നക്ഷത്രാധിപൻ ശുഭനാവോ അല്ലെങ്കിൽ കേന്ദ്ര ത്രികോണത്തിൽ നിൽക്കുകയും ശുക്രൻ ബലവും വരികയും ചെയ്താൽ 100% ഉറപ്പാണ്. എത്ര ചേരാത്ത വിവാഹം നടത്തിയാലും, ഇന്നത്തെ പൊരുത്തമുണ്ടല്ലോ, സോക്കോൾഡ് പൊരുത്തമൊന്നും ഇല്ലെങ്കിലും വിവാഹ യോഗം അവർക്കുണ്ട്, വിധി അവർക്കുണ്ട്. അവരത് ഭംഗിയായിട്ടത് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവർക്കൊരു നല്ല വിവാഹം കിട്ടുകയും ചെയ്യും. ഉറപ്പാണ്. ഇത് ബെനിഫിക്കായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ലഗ്നാധിപൻ 7-ൽ നിന്ന് അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, സൗഹൃദങ്ങൾ ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ഒക്കെ ഇവർക്കൊരു കഴിവുണ്ടാകും. ഇവർ എഫേർട്ടല്ല, ഇവർക്ക് നാച്ചുറലി അത് സംഭവിക്കും. നമ്മൾ എഫേർട്ട് ഇടണം വിവാഹ ജീവിതത്തിൽ, നമ്മൾ കുറേ കൂടുതൽ മനസ്സിലാക്കണം, അങ്ങനെയൊന്നുമില്ല. നാച്ചുറലായിട്ട് വരേണ്ടത് ഇതൊക്കെ. നമ്മൾ കൂടുതൽ പഠിക്കാനൊന്നും പറ്റില്ല ഇതൊന്നും. അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ടതാണ്. അത് സംഭവിക്കും. അതവർക്ക് അതിനുള്ള കഴിവുണ്ടാകും. അവരുടെ തോട്ട് പ്രോസസ്സ് ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ
സംശയമില്ല. എന്നാൽ മേടം അതുപോലെ തന്നെ ലിയോ, ചിങ്ങം ഈ രാശിക്ക് ലഗ്നാധിപൻ 7-ാം ഭാവത്തിൽ പോയി നിന്നാൽ സെപ്പറേഷനുള്ള യോഗം ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ജാതകങ്ങൾ അതിൻ്റെ കയ്യിലുമുണ്ട്. അപ്പം കുറേ ആൾക്കാർ അങ്ങനെ ഡിവോഴ്സ് ആവുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ 7-ൽ നിൽക്കുകയും അതിന് 12-ാം ഭാവം, അതുപോലെ തന്നെ ചന്ദ്രബന്ധം, അതേപോലെ 4-ൽ ചൊവ്വ ഒക്കെ വരികയും ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ 6-ൽ, 7-ാം ഭാവാധിപൻ 6-ൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് മൊത്തത്തിൽ ഒരു ഉൾട്ട വന്നിട്ട് ലഗ്നാധിപൻ 6-ൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സിക് യൂണിയനുള്ള യോഗവാദം. വിവാഹം കഴിഞ്ഞാലും 10-ൽ 10 പൊരുത്തമുണ്ടെന്ന് വെച്ചു, ഇന്ന് വിവാഹം കഴിഞ്ഞാലും സെപ്പറേഷനുള്ള ചാൻസസ് ആണത്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനുള്ള യോഗമാണത്. അതുപോലെ തന്നെ ചുമ്മാതെ ഭയങ്കര വല്ലാത്തൊരു നീഡി, അതേപോലെ ക്ലിങ് ഓൺ ചെയ്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസി, അതേപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിൻ്റെ പേരിൽ ഒരു റിലേഷൻഷിപ്പിനെ, ഒരാളെ നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കാത്ത ഒരാളെ നന്നായി വേദനിപ്പിച്ച് തള്ളാനുള്ള കഴിവ്. കാരണം അത്രയും സെൽഫ് സെൻറ്റേഡ് ആവും. അതുപോലെ ഇൻസെക്യൂർ ആയിരിക്കും, ഫിയർഫുള്ളായിരിക്കും, എപ്പോഴും ഒരു ടെൻഷനും ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നങ്ങളുണ്ടാവും. ഒതുക്കി നിർത്താൻ നോക്കും, തൻ്റെ പാർട്ട്ണറെ തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി നിർത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. തൻ്റെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നില്ല, വേറൊരു ബെറ്റർ ഓപ്ഷൻ കണ്ടാൽ ഇതിനെ ചവിട്ടിയിട്ട് അടുത്തയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ജനറസും അതുപോലെ കമ്പാഷനേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുള്ളുമാണ്. നമ്മൾ ഈ പറയുന്ന അത്ര ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ള ബ്യൂട്ടി ഓഫ് ദ റിലേഷൻഷിപ്പ് ഈസ് ലോയലിറ്റിയാണ്. നമുക്ക് ആ ലോയലിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു സത്യസന്ധത നമ്മളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഈ പേടി, ഈ അറ്റാച്ച്മെൻറ്റ് നിമിത്തമുണ്ടാകുന്ന 7-ാം ഭാവം ഒരു അറ്റാച്ച്മെൻറ്റ് ഭാഗമാണ്, നിമിത്തമുണ്ടാകുന്നൊരു ഭയമോ അല്ലെങ്കിലും പൂർണ്ണമായിട്ടും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈഫ്. ഇപ്പോഴത്തെ ഒരു വേർഡാണ് നൈറ്റ് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് പകൽ നമുക്ക് കാണുമ്പം ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് പോകും, പക്ഷേ വീടിനുള്ളിൽ അവർ രണ്ടിടത്തായിരിക്കും കിടക്കുന്നത്. ഇന്ന് ഒരുപാട് പേരിൽ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസ് ഇത്രയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ശരിക്കും നമുക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു പാർട്ട്ണർ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ലോയലായാൽ, ട്രസ്റ്റ് വർത്തി ആയാൽ, നമ്മളെ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഡീസൻ്റ് ആയാൽ, നമ്മളതിനകത്ത് സത്യസന്ധത പാലിച്ചാൽ, അതിനൊരു ദൈവീകത കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, സ്റ്റെഡ് ഫാസ്റ്റും ജനറസും അല്ലെങ്കിൽ കമ്പാഷനേറ്റും ഗ്രേറ്റ്ഫുൾനെസ്സും ഒക്കെ നാച്ചുറലി ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. അതിനുവേണ്ടി കൂടുതൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലോയലിറ്റി ആണ്, ട്രസ്റ്റാണ് മെയിൻ. ഇതില്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ ഈ ലഗ്നാധിപതി 7-ൽ നിൽക്കുകയും പാവബന്ധങ്ങളൊക്കെ വരികയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് രാഹു, അതേപോലെ പല ഗ്രഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ, ശുക്രനും ഈ 7-ാം ഭാവത്തെ വെച്ച് നമ്മൾ മൊത്തത്തിലെ ഒന്ന് നോക്കുമ്പം, ലഗ്നവും 7-ാം ഭാവവും വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ഒരു ഫാൻറ്റസി ഉള്ളിൽ വരും. ഫാൻറ്റസി മാനും ഫാൻറ്റസി വുമണിനും ഒരിക്കലും അവർക്ക് അതിനനുസരിച്ചൊരു ബന്ധം കിട്ടിയാൽ അവർക്ക് തൃപ്തിയാവില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ റിയാലിറ്റിയിലെ ഫാൻറ്റസി കുറവല്ലേ, കുറച്ച് കഴിയുമ്പോൾ അത് പോവും, അടുത്തയിലേക്ക് പോവും, അടുത്തയിലേക്ക് പോകും. പക്ഷെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കംഫർട്ട് സോണിലായിരിക്കും. നമ്മളങ്ങനെ പ്രാക്ടിക്കലി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് വേണ്ടതുപോലെ ചെയ്ത് കൃത്യമായിട്ട് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാരണം വേറൊരാൾ വേദനിക്കപ്പെട്ടാൽ, അയാളുടെ തകർച്ചയ്ക്ക് കാരണം എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്നതാണെങ്കിൽ അതിനൊരു തിരിച്ചടി ഇന്നല്ലേ നാളെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മനസമാധാനമാണല്ലോ അൾട്ടിമേറ്റ്. അതുകൊണ്ട് തന്നെ മനസമാധാനമില്ലാതെ ഒരുമിച്ചൊരു കുടക്കീഴിൽ താമസിക്കുന്നതിനും എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, എലോണായിട്ട് ജീവിക്കുന്നത്. പക്ഷേ റിലേഷൻഷിപ്പിൽ പെട്ടുപോയി, അല്ല റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ലഗ്നാധിപൻ ഇന്ന ഭാവത്തിൽ നിന്നാൽ, നന്നായി നിന്നാൽ നല്ല റിലേഷൻഷിപ്പും മോശമായി നിന്നാൽ അതിൻ്റെ ഫലങ്ങളും കർമ്മഫലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അറ്റാച്ച്മെൻറ്റിനെ, ലഗ്നം 7-ൽ നിൽക്കുമ്പോൾ വരാവുന്ന അറ്റാച്ച്മെൻറ്റിനെ ലവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ നല്ലൊരു ശതമാനം സമാധാനവും ഉണ്ടാവും. ഇത് 7-ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ പറയുന്നിടത്ത് ഞാൻ വെച്ചിരുന്നൊരു സാധനം. പക്ഷെ ഇപ്പം ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ടത് പറയുകയും ചെയ്യാം. അപ്പം പൊതുവേ ബിസിനസ് ഭാവമാണ് 7.
അപ്പോൾ ലഗ്നാധിപൻ 7-ൽ നിന്നാൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ നല്ല കഴിവായിരിക്കും. ലഗ്നാധിപൻ 7-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളു മനസ്സിലാക്കാനും മറ്റുള്ളവരെ ദൃഷ്ടി കൊണ്ട് തന്നെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും കഴിവുള്ളവരായിരിക്കും. അവർ മനസ്സിലാവും, മറ്റുള്ളവരെ അനലൈസ് ചെയ്യാൻ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ലഗ്നാധിപൻ 7-ൽ പാപബന്ധത്തോടു കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപം 7-ൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. മറ്റുള്ളവരുടെ എനർജി വലിച്ചുകൊണ്ട് പോകാനുള്ളൊരു ടെൻഡൻസി വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇനി അടുത്തത് ലഗ്നാധിപൻ 8-ൽ. എട്ടാം ഭാവം ഇത്രയും ഹിസ്റ്ററി ഉള്ളൊരു ഭാവം വേറെയില്ല. എട്ടാം ഭാവം അഷ്ടമത്തോളം രഹസ്യമുള്ള ഒരു ഭാവം വേറെയില്ല. അതുകൊണ്ട് തന്നെ രഹസ്യഭാവമാണ്. മരണത്തോളവും വലിയ രഹസ്യമില്ലല്ലോ. അതുകൊണ്ട് ആയുർസ്ഥാനമാണ് അഷ്ടമം. അതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിന്നാൽ, അഷ്ടമഭാവം ട്രാൻസ്ഫോർമേഷൻ്റെ ഭാവമാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് സദാ വിധേയമായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ, റിഫൈനിങ് നടന്നുകൊണ്ടിരിക്കും സ്ഥിരമായിട്ട്. പക്ഷേ വീഴ്ചകളും കൂടും, ശ്രദ്ധക്കുറവും കൂടും. അതുകൊണ്ട് തന്നെ സദാ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഹിഡൻ ഭാഗമല്ലേ, റിസർച്ചിങ് ഭാവമാണ്. അതേപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഭാവമാണ്. ഇതെല്ലാം 8 ആയതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു ടെൻഡൻസി കാണും. എന്തിനെയും ഒന്ന് ചുഴിഞ്ഞു നോക്കുന്ന, ആരും കാണാത്തതിനെ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു. അഷ്ടമം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ തൊണ്ടയിലൊരു ചെറിയ പ്രശ്നം. ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരു ഇൻറ്റിമസി കാത്തു സൂക്ഷിക്കാനൊരു ശ്രമം ഉണ്ടാകും. തനിക്കുള്ള നോളജുകൾ, താൻ കണ്ടെത്തിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിനനുസരിച്ച് ഒരു റിസൾട്ട് തന്നിലേക്ക് വന്നില്ലെങ്കിൽ പോലും സദാ ഇങ്ങനെ തൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. ഇവരെ പോലുള്ളവർ, ഈ ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നവർ നല്ല പൊസിഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജൂനിയറായിട്ട് വരുന്നവർക്കൊക്കെ വലിയ ഭാഗ്യമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂശാട്ട കാണിക്കും, നല്ല ഇറിറ്റേറ്റഡ് ആയിരിക്കും. പക്ഷെ ഭവ്യതയോടെ പക്വതയുടെ കൂടെ അവരെ സഹിച്ച്, ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ വേണം, അങ്ങനെയുള്ളവരെ സഹിച്ച് അവരുടെ കൂടെ നിന്നാൽ ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഇത് അവർക്കുണ്ടാവും. ഒരു ഹിഡൻ പെയിൻ എപ്പോഴും ഉണ്ടാവും ഇവർക്ക്. എന്നും ഒരു ദുഃഖം ഇവരെ ഇങ്ങനെ സദാ അലട്ടിക്കൊണ്ടേയിരിക്കും. ലഗ്നാധിപൻ 8-ൽ നിൽക്കുക, അത് പോസിറ്റീവായാൽ എന്താണെന്നുള്ള ഫലം നമുക്ക് കുറച്ച് നോക്കാം. ഇൻഡ്യൂട്ടീവായിരിക്കും, നല്ല വിദ്വാനായിരിക്കും, പാഷനേറ്റ് ആയിരിക്കും, ട്രാൻസ്ഫോർമേറ്റീവ് ആയിരിക്കും, രഹസ്യശാസ്ത്രങ്ങളിൽ കമ്പമുള്ള ആളായിരിക്കും. രഹസ്യമായ ഒരു മുഖം അവർക്കെപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടും. ലഗ്നാധിപൻ അഷ്ടമത്തിൽ പോയി നിൽക്കുകയും ലഗ്നാധിപന് നല്ല ബലം വരികയും ഒക്കെ ചെയ്യുമ്പം ആയുസ് കൂടും, ദീർഘായുസ് ഉണ്ടാവും. അതുപോലെ ദൈവവിശ്വാസി, താൻ ഫോളോ ചെയ്യുന്ന തത്വങ്ങളിൽ അടിയുറച്ച വിശ്വാസി. ഇപ്പോൾ ദൈവത്തിലാണെന്നുണ്ടെങ്കിൽ കടുത്ത ദൈവവിശ്വാസി, നിരീശ്വരവാദത്തിലാണെങ്കിൽ, സയൻറ്റിഫിക് ടെമ്പറിലാണെങ്കിൽ അതിൽ കടുത്ത ഇതും, ബാക്കിയെല്ലാത്തിനെ നിഷേധിക്കാനുള്ളൊരു രീതി, പിടിവാശി കൂടുതൽ. ഇതൊക്കെയാണ് മെയിൻ. മതവാദമാണെങ്കിലും യുക്തിവാദമാണെങ്കിലും റാഷണലിസ്റ്റ് ചിന്താഗതിയാണെങ്കിലും എല്ലാം, റാഡിക്കലാണെങ്കിലും എല്ലാം ഓവറായിട്ടുള്ളതാണ്. ഒരു ന്യൂട്രൽ സ്റ്റേറ്റിന് മുകളിലുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ വ്യക്തിത്വത്തെ, വ്യക്തിത്വത്തെ തകർക്കുന്നതാണ്. നമ്മുടെ ഒരു സെൽഫ് എക്സ്പ്ലോറിങ്ങിനെ തകർക്കുന്നതാണ്. നമ്മുടെ കോൺട്രിബ്യൂഷനെ, നമ്മുടെ ഈ ലൈഫിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ഈ ലൈഫ് കഴിഞ്ഞു പോകുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ തകർക്കുന്നതുമാണ് ഈ ഒരു എക്സ്ട്രീമിസം. അത് റിലീജിയസ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ റാഷണലിസം എന്ന് പറയുന്ന ഇസത്തിലായിക്കോട്ടെ, റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഇസങ്ങളിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇസത്തിലായിക്കോട്ടെ, എന്തും നമ്മളെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്തും അത് മോശമാണ്. അത് ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ വാശിയും വീറും കൂടും ആ ഏരിയയിൽ. ഒന്ന്. രണ്ടാമത്തത് ഗ്യാംബ്ലിംഗ് ടെൻഡൻസീസ് കൂടും. ഗ്യാംബിൾ ചെയ്യാനും ചൂതാട്ടങ്ങളോടൊക്കെ ഉള്ള ഒരു താല്പര്യം കൂടും നെഗറ്റീവായാൽ. അതുപോലെ തന്നെ അഡൽട്ടറി ആയിരിക്കും, നോട്ട് കൺസിഡറിങ് അതേഴ്സ് ഇമോഷൻസ്. മറ്റുള്ളവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. NPD പോലെ രവിയൊക്കെയാണ്. ഇപ്പം ചിങ്ങൻ രാശി അല്ലെങ്കിൽ അഷ്ടമത്തിൽ രവിയോഗത്തോടു കൂടി ലഗ്നാധിപൻ വരിക, ഇതൊക്കെ എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേഡ് ആവാനുള്ള യോഗമാണ്. നമ്മളെ ഇങ്ങനെ ഞാൻ
എൻ്റേത് എനിക്ക്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു രവി, ആ ഈഗോ, ആ സെൽഫ് സെൻറ്റേഡ്, നവഗ്രഹത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്നത് സൂര്യനെ പോലെ ലഗ്നാധിപനായിട്ട് രവിയോ, ഒരു ലഗ്നാധിപനായിട്ട് ചിങ്ങത്തിന് മാത്രമേ രവിക്ക് വരാൻ പറ്റൂ. അതല്ലാതെ മറ്റ് ഏത് രാശിയിലായാലും ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയും അത് രവിയുടെ ബന്ധവും വരിക, നിൽക്കുന്ന നക്ഷത്രം, ഭാവാധിപൻ അല്ലെങ്കിൽ യോഗം, ഇതെല്ലാം വഴി രവിയുടെ ബന്ധവും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഈഗോയിസ്റ്റുകളായിരിക്കും. NPD പോലുള്ള കാര്യങ്ങളൊക്കെ വരാം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, എൻ്റെ ദുരഭിമാനം, ഈഗോ, ഇതെല്ലാം വരികയും ചെയ്യാം. ഇത്രയൊക്കെയാണ് അഷ്ടമാധിപൻ നെഗറ്റീവായിട്ട് അഷ്ടമത്തിൽ നിന്നാൽ. പോസിറ്റീവായിട്ട് നിന്നാലുള്ള ഫലങ്ങൾ ഞാൻ പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, ദീർഘായുസ്സുണ്ടാവും. മറ്റുള്ളവർക്ക് തൻ്റെ അറിവുകളും കഷ്ടപ്പാടുകളും ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. അതൊക്കെയാണ് മെയിൻ കേട്ടോ. അപ്പോൾ നമുക്കിനി ഭാഗ്യഭാവം ആയിട്ടുള്ള 9 ലഗ്നാധിപൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം.